ഖുർആനിലെ 22-ാമത്തെ ഹജ്ജ് എന്ന അധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിലെ 25-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. മുഹമ്മദ് മക്ക കീഴടക്കാനും മക്കയിലെ ക്ഷേത്രം പിടിച്ചടക്കാനും പട നയിക്കുന്ന സമയത്ത് ആ ക്ഷേത്രം പിടിച്ചെടുക്കുന്നതിന് മുഹമ്മദ് ഞൊണ്ടിന്യായങ്ങൾ അവതരിപ്പിക്കുന്നതാണ് രംഗം. ഇവിടെ ബൈബിളിലെ ഒരു കഥാപാത്രത്തെ മോഷ്ടിച്ചെടുത്ത് ആ കഥയുമായി പുലബന്ധം പോലുമില്ലാത്ത രീതിയിൽ വളരെ ഭീമമായ തോതിൽ ആ കഥയെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് മുഹമ്മദ് തൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് ആ കഥാപാത്രത്തെ റീസ്ട്രക്ചർ ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് പച്ചക്കള്ളമാണ് എന്നതിന് നിരവധി തെളിവുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് പ്രധാനമായും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 26, 27 എന്നീ വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. ഇബ്രാഹീമിന് ആ ഭവനത്തിൻ്റെ സ്ഥാനം നാം സൗകര്യപ്പെടുത്തി കൊടുത്ത സന്ദർഭം യാതൊരു വസ്തുവേയും എന്നോട് നീ പങ്കുചേർക്കരുത് എന്നും തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടിയും സുജൂദും റുക്കുവും ചെയ്യുന്നവർക്ക് വേണ്ടിയും എൻ്റെ ഭവനം ശുദ്ധമാക്കി വെക്കണം എന്നും ജനങ്ങൾക്കിടയിൽ നീ തീർത്ഥാടനത്തെപ്പറ്റി വിളംബരം ചെയ്യുക. നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്ത് കയറിയും അവർ നിൻ്റെ അടുത്ത് വന്നുകൊള്ളും. ഇവിടെ ഒരു നുണ സ്ഥാപിക്കുന്നതിന് വേണ്ടി നുണയുടെ മേൽ മറ്റനേകം നുണകൾ വെച്ച് കെട്ടിക്കൊണ്ട് പച്ചക്കള്ളം അവതരിപ്പിക്കുകയാണ് മുഹമ്മദ് അള്ളാഹുവിൻ്റെ പേരിൽ. ബൈബിളിലെ കഥാപാത്രമായ ഇബ്രാഹീമിനെ മക്കയിലെ കാബ ക്ഷേത്രവുമായി കൂട്ടിക്കെട്ടാനുള്ള മുഹമ്മദിൻ്റെ ഈ പരിശ്രമം മുഹമ്മദിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഒരുക്കിയ ഒരു ചതിയാണ്, അല്ലെങ്കിൽ ഒരു കള്ളം മാത്രമാണ്. ഇത് പച്ചക്കള്ളമാണ് എന്നതിന് നിരവധി തെളിവുകളുണ്ട്. ഞാൻ ഒരു 5-6 തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഈ മതം വിശ്വസിക്കുന്ന ആളുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. എന്താണ് ഇപ്പോൾ ഈ വാക്യത്തിൽ പറഞ്ഞത്? ഇബ്രാഹീമിന് മക്കയിൽ എവിടെയാണ് കഅബ ഉണ്ടാക്കേണ്ടത് എന്ന് സ്ഥാനം നിശ്ചയിച്ച് കുറ്റിയടിച്ചു കൊടുത്തത് അള്ളാഹു ആണ്. എന്നിട്ട് അള്ളാഹു ഇബ്രാഹീമിനോട് പറഞ്ഞു, ശിർക്കിൽ നിന്നും ഈ ക്ഷേത്രത്തെ മുക്തമാക്കി വെക്കണം, ശുദ്ധിയാക്കി വെക്കണം എന്ന്. ശിർക്കിൽ നിന്ന് ശുദ്ധിയാക്കി വെക്കണം എന്ന് തന്നെയാണ് ഈ ഖുർആൻ വാക്യത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. വേറെ മാലിന്യങ്ങളിൽ നിന്നൊന്നുമല്ല ശുദ്ധിയാക്കി വെക്കേണ്ടത്. ബഹുദൈവാരാധന എന്ന ശിർക്കിൽ നിന്ന് ഈ ഭവനത്തെ ശുദ്ധമാക്കി വെച്ച് ഇത് തൗഹീദിൻ്റെ ആലയമായി നിലനിർത്തണം എന്ന് ഇബ്രാഹീമിനോട് അള്ളാഹു നിർദ്ദേശിച്ചു. അള്ളാഹു തന്നെയാണ് സ്ഥാനം നിശ്ചയിച്ച് കുറ്റിയടിച്ചു കൊടുത്തത്. അങ്ങനെ ഇബ്രാഹീം വന്നിട്ട് ഈ കഅബ ഉണ്ടാക്കി. ഇബ്രാഹിം ഒറ്റയ്ക്കല്ല, ഇബ്രാഹിമിൻ്റെ കൂടെ മകൻ ഇസ്മായിലും ഉണ്ടായിരുന്നു. 2 ആളും നബിമാർ, പ്രവാചകന്മാരായിരുന്നു എന്നൊക്കെയാണ് ഈ കഥയിൽ പറയുന്നത്. അങ്ങനെ ഒരു 2 ആളും കൂടെ വന്നിട്ട് അള്ളാഹു കുറ്റിയടിച്ചു കൊടുത്ത സ്ഥലത്ത് കഅബ പണിതു. എന്നിട്ട് അവിടെ ശിർക്കിൻ്റെ യാതൊരു മാലിന്യവും കലരാതെ തൗഹീദിൻ്റെ ആലയമാക്കി അതിനെ നിലനിർത്തി പോന്നു. അള്ളാഹു അതിനെ സംരക്ഷിച്ചു പോന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ കഥയും അതിൻ്റെ അനുബന്ധ വ്യാഖ്യാനങ്ങളും വിവരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ വസ്തുത? എന്തൊക്കെയാണ് ഇതിനകത്ത് നുണകൾ? ഒരു നുണയുടെ മേൽ എങ്ങനെയാണ് ഇവർ നുണകൾ വെച്ച് കെട്ടിയുണ്ടാക്കിയത്? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ ഇബ്രാഹിമാണ് കഅബ നിർമ്മിച്ചത് മക്കയിൽ എന്ന ഒരു നുണയാണ് മുഹമ്മദ് ഖുർആനിലൂടെ അവതരിപ്പിക്കുന്നത്. എന്നാൽ ആ നുണയ്ക്ക് കുറച്ചുകൂടെ മസാല ചേർക്കാൻ വേണ്ടി കുറച്ചും കൂടെ അതിന്മേൽ നുണകൾ വെച്ച് കെട്ടിക്കൊണ്ടാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങളും അനുബന്ധ കഥകളും വിവരിച്ചിട്ടുള്ളത്. ഇബ്രാഹിം അല്ല കഅബ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും ഇബ്രാഹീമിന് മുമ്പ് തന്നെ ഈ കഅബ അവിടെ ഉണ്ട് എന്നും ഇത് നൂഹ് നബിയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് അള്ളാഹു അവിടുന്ന് ഇങ്ങോട്ട് പൊന്തിച്ചു കൊണ്ടുപോയിട്ട് സംരക്ഷിച്ചു, പിന്നെ വെള്ളപ്പൊക്കം പോയപ്പോൾ അള്ളാഹു വീണ്ടും അവിടെ കൊണ്ടുവച്ച് സംരക്ഷിച്ചു എന്നൊക്കെ പറയുന്ന നുണക്കഥകൾ വേറെ ഉണ്ട്. അതൊന്നും ഖുർആനിലില്ല, പക്ഷേ ഖുർആൻ്റെ അനുബന്ധമായി വന്നിട്ടുള്ള കഥകളിലുണ്ട്. എന്ന് മാത്രമല്ല, അതും പോരാഞ്ഞിട്ട് ഇത് നൂഹ് നബീൻ്റെ കാലത്തല്ല ആദൻ നബീൻ്റെ കാലത്ത് തന്നെ ഉണ്ട് ഇവിടെ എന്നും പറഞ്ഞിട്ട് വേറെ കഥയുണ്ട്. ആദൻ നബി ഉണ്ടാക്കി എന്നല്ല പറയുന്നത്, ആദൻ നബി ജനിക്കുമ്പോൾ തന്നെ, അതായത് ഭൂമിയിൽ മനുഷ്യൻ ഉടലെടുക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു അവിടെ ഈ അമ്പലം പണിത് വെച്ചിട്ടുണ്ട്. മലക്കുകളെ പറഞ്ഞയച്ചിട്ട് അവിടെ തൗഹീദിൻ്റെ കേന്ദ്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ലോകത്തിൻ്റെ കേന്ദ്രമാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും തൗഹീദിൻ്റെ ആരാധന നടത്താൻ വേണ്ടി ഈ ലോകമുണ്ടാക്കുന്ന സമയത്ത് അള്ളാഹു അവിടെ
ഭൂമിയുടെ നേരെ ഒത്ത നടു കണക്കാക്കിയിട്ട് അളന്ന് മുറിച്ച് കുറ്റിയടിച്ച് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അനുബന്ധ നുണക്കഥ. എന്നാൽ ഖുർആനിൽ പറയുന്നത് ഇത് ഇബ്രാഹീമിന് അള്ളാഹു കുറ്റിയടിച്ചു കൊടുത്ത് അള്ളാഹു സ്ഥാനം പറഞ്ഞു കൊടുത്ത് എന്നിട്ട് ഇബ്രാഹിം അവിടെ കൊണ്ടുവന്നുണ്ടാക്കി എന്നാണ്. എന്തിനുണ്ടാക്കി എന്നാണ്? പരിശുദ്ധമായ തൗഹീദിൻ്റെ ആരാധന നിലനിർത്താൻ വേണ്ടി സിർക്കിൻ്റെ മാലിന്യം കലരാതെ സംരക്ഷിച്ചുകൊണ്ട് അള്ളാഹു ഉണ്ടാക്കി സംരക്ഷിച്ചു പോന്നതാണ് ഈ കാര്യം. ഇങ്ങനെയാണ് കഥ പറയുന്നത്. ഇനി സംരക്ഷണത്തിൻ്റെ കഥ വേറെ ഉണ്ട്, അതിലേക്ക് ഞാൻ അടുത്ത വാക്യം വായിച്ചിട്ട് വരാം. ഇത് നുണയാണ് എന്നതിൻ്റെ തെളിവുകൾ ഒന്ന്, ഈ കഥ പറയുന്ന ഖുർആനിൽ തന്നെയുള്ള തെളിവ്. അത് തന്നെ ഏറ്റവും നല്ല തെളിവാണ്. എന്താ തെളിവ്? ഇവിടെ ഇപ്പോൾ പറഞ്ഞ കഥയനുസരിച്ച് അള്ളാഹു ഈ ഭൂമി ഉണ്ടാക്കുമ്പോൾ തന്നെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി, മറ്റു ദൈവങ്ങളെ ആരാധിക്കാതിരിക്കാൻ വേണ്ടി സിർക്കിൽ നിന്ന് വിമുക്തമാക്കിക്കൊണ്ട് പരിശുദ്ധമാക്കിക്കൊണ്ട് ഒരു തൗഹീദിൻ്റെ ആലയം മക്കയിൽ പണിതു. അത് ഇബ്രാഹീമിന് സ്ഥാനം നിശ്ചയിച്ചു കൊടുത്തിട്ട് ഇബ്രാഹീമും ഇസ്മായിലും കൂടെ വന്നിട്ട് പണിതു. എന്നിട്ട് അവിടെ സിർക്കിൻ്റെ മാലിന്യം കലരാതെ അവിടെ തൗഹീദിൻ്റെ ആരാധന നടത്താൻ ഇബ്രാഹീമിനോട് കൽപ്പിച്ചു. അങ്ങോട്ട് ആളുകൾ ഒട്ടകത്തിൻ്റെ പുറത്തും നടന്നും ഒക്കെ നിന്നെ തേടി അങ്ങോട്ട് വന്നോളും എന്ന് അള്ളാഹു ഇബ്രാഹീമിനോട് നിർദ്ദേശിച്ചു എന്നാണ് 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. അവിടെ തർക്കമുണ്ട്, അത് ഇബ്രാഹീമിനോട് പറഞ്ഞതാണോ അതോ മുഹമ്മദിനോട് പറഞ്ഞതാണോ എന്ന രണ്ടഭിപ്രായം വ്യാഖ്യാതാക്കൾക്കിടയിലുണ്ട്. ഇബ്രാഹിമിൻ്റെ കാര്യം ഈ 26-ാം വാക്യത്തിൽ അവസാനിച്ചു എന്നും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ബാക്കി മുഴുവൻ മുഹമ്മദിനോട് പറയുന്നതാണ് എന്നും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതല്ല, ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളും ഇബ്രാഹിമിനോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. കാരണം ഇതൊന്നും ഖുർആൻ വായിച്ചാൽ വ്യക്തമല്ല. ഖുർആൻ ഇതെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് കഥാപാത്രവും സംബോധന ചെയ്യുന്ന ആളൊക്കെ മാറിപ്പോവും. ഒരു വാചകത്തിൽ തന്നെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കൊഴിയുന്ന രീതിയിലാണ് ഖുർആൻ്റെ ഭാഷ. കാരണം മുഹമ്മദ് സ്റ്റാൻഡേർഡ് ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞോ എഴുതിയോ പരിചയമുള്ള ആളായിരുന്നില്ല. മുഹമ്മദിന് കൊളോക്കിയൽ ഭാഷ മാത്രമേ അറിയുള്ളായിരുന്നു. അപ്പോൾ മുഹമ്മദ് ഇങ്ങനെ ആളുകളോട് തൊള്ളപടായി പറയുമ്പോൾ ഉപയോഗിക്കുന്ന അതേ ഗ്രാമറില്ലാത്ത ഭാഷയാണ് ഈ ഖുർആനിലും ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ക്രമവും അതിൻ്റെ ഗ്രാമറും ഒന്നും ആർക്കും പിടികിട്ടില്ല. ആ പ്രശ്നം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ തർക്കങ്ങൾ വരുന്നത്. എന്തായാലും ഖുർആനിൽ തന്നെയുള്ള തെളിവ് എന്താണ്? ഖുർആനിലുള്ള തെളിവ് ഇത്രയും പ്രാധാന്യത്തോടു കൂടി ഈ പ്രപഞ്ചമുണ്ടാക്കി ഭൂമി ഉണ്ടാക്കി മനുഷ്യരെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു എന്ന് പടച്ചോൻ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഒരു കേന്ദ്ര ആലയം മക്കയിൽ 2 നബിമാരെ പറഞ്ഞയച്ച് ഉണ്ടാക്കി. അതിൻ്റെ മുമ്പേ ഉള്ള നബിമാരെ കാലത്തും ഉണ്ടായിരുന്നു. മലക്കുകൾ നേരത്തെ ഉണ്ടാക്കി ആദം നബിയുടെ കാലത്തെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന അത്രയും പ്രാധാന്യമുള്ള ഒരു തൗഹീദിൻ്റെ ആലയം മക്കയിലാണ് ഉണ്ടാക്കിയത്. ആ തൗഹീദിൻ്റെ ആലയം ലോക കേന്ദ്രമായി ഉണ്ടാക്കിയ മക്ക നഗരത്തിലേക്ക് മുഹമ്മദിനെ പ്രവാചകനായി പറഞ്ഞയക്കുന്നതിന് ഈ ഖുർആനിൽ പറഞ്ഞ ന്യായം എന്തായിരുന്നു? ഒരു താക്കീതുകാരൻ വന്നിട്ടില്ലാത്ത, ഒരു നബിമാരെയും പറഞ്ഞയച്ചിട്ടില്ലാത്ത, ഈ വക യാതൊരു വിവരവും അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജനത. ആര്? മക്കക്കാർ. എവിടെയുള്ള മക്കക്കാർ? അള്ളാഹു ഭൂമി ഉണ്ടാക്കിയ ഉടനെ മനുഷ്യനുണ്ടാക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി മലക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കേന്ദ്ര ആരാധനാലയം ഉണ്ടാക്കി വെച്ച് ആ ആരാധനാലയം വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിച്ച് പല അക്രമത്തിൽ നിന്നും സംരക്ഷിച്ച് അവസാനം ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും അവിടേക്ക് പറഞ്ഞയച്ചിട്ട് അവരോട് തൗഹീദിൻ്റെ ആരാധന എങ്ങനെ ആയിരിക്കണമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച അതേ മക്കയിലുള്ള ആളുകളോടാണ് ഈ ഖുർആൻ മുഹമ്മദിനെ പറഞ്ഞയക്കുന്നതിന് ന്യായമായി നേരത്തെ പറഞ്ഞത്. ഒരു താക്കീതുകാരനും വന്നിട്ടില്ല, ഒരു നബിയും വന്നിട്ടില്ല, അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് നിന്നെ ഞാൻ പ്രവാചകനാക്കി അയച്ചിരിക്കുന്നു. അറബി ഭാഷയിൽ നിന്നെ അയക്കാൻ കാരണം ഈ അറബി ഭാഷ അറിയുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള യാതൊരു വിവരവും ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ വൈരുദ്ധ്യം ഒന്നാമത്തെ തെളിവ്. എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം വന്നത്? അത് പറയുന്ന സമയത്ത് ഈ ഇബ്രാഹിമിൻ്റെ കഥ ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിക്കണം എന്ന കാര്യം മുഹമ്മദ് ആലോചിച്ചിട്ടില്ല. അത് പിന്നെ ഉണ്ടാക്കിയ കഥയാണ്. ആ കഥ പിന്നെ കൊണ്ടുവരാനുള്ള കാരണം ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുഹമ്മദിന് പാട്ടിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനി പ്ലാൻ ബി എന്ന നിലക്ക് മക്കയിലെ ഈ സിർക്കിൻ്റെ കേന്ദ്രം തന്നെ പിടിച്ചെടുത്ത് അങ്ങോട്ട് കേന്ദ്രീകരിച്ചൊരു മതമുണ്ടാക്കുക എന്ന ആശയം പിന്നീട് മനസ്സിൽ രൂപപ്പെട്ടപ്പോഴാണ് ആദ്യം പറഞ്ഞ തൗഹീദിനെ ഈ സിർക്കിലേക്ക് കൂട്ടിക്കുഴക്കണമെങ്കിൽ ഇങ്ങനെ ഒരു നട്ടാൽ മുളക്കാത്ത നുണക്കഥ പറയേണ്ടതുണ്ട് എന്ന് തോന്നിയത് മുഹമ്മദ് ഇങ്ങനെ ഒരു കഥ മെനഞ്ഞത്.
ആദ്യം പറഞ്ഞതും ഈ പറയുന്നതും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന കാര്യം മുഹമ്മദ് ആലോചിച്ചില്ല, അള്ളാഹു ആലോചിച്ചിട്ടില്ല. ആ വൈരുദ്ധ്യമാണ് ഒന്നാമത്തെ തെളിവ് ഇത് നുണക്കഥയാണ് എന്നതിൻ്റെ. ഇവിടെ ഈ വൈരുദ്ധ്യം ഇബ്രാഹിം നബി കാബ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ തന്നെ വളരെ പ്രകടമായിട്ട് വരുന്നുണ്ട്. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും കൂടെ ചേർന്ന് കാബ ഉണ്ടാക്കി, എന്നിട്ട് അവിടെ ആരാധന തുടങ്ങി, ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും ആരാധനയ്ക്ക് ആളുകൾ വന്നു തുടങ്ങി എന്നൊക്കെ പറയുന്നതോടുകൂടി തന്നെ ഈ വൈരുദ്ധ്യം വളരെ പ്രകടമായി കഴിഞ്ഞു. പിന്നെ അത് ആദൻ നബിയിലേക്കും നൂഹ് നബിയിലേക്കും മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് തന്നെ മലക്കുകൾ വന്നുണ്ടാക്കി എന്നൊക്കെ പറയുന്ന നുണമേൽ നുണ അട്ടിവെച്ച് കഥ പറയുമ്പോൾ ഈ വൈരുദ്ധ്യത്തിൻ്റെ വ്യാപ്തി കൂടുകയാണ്. പിന്നെ കാരണം അത്രയും പ്രാധാന്യമുള്ള തൗഹീദിൻ്റെ കേന്ദ്രമായിട്ട് ഈ മക്കയിൽ ഇത് പണിതിട്ടും ഈ മക്കയിൽ ഒരു താക്കീതുകാരനും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ആ വൈരുദ്ധ്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഖുർആനിൽ തന്നെ പറയുന്ന ഈ കഥയിലെ വൈരുദ്ധ്യമാണ് ഒന്നാമത്തെ തെളിവ്. ഈ ഇബ്രാഹിം കഥ പച്ചക്കള്ളമാണ് എന്നതിൻ്റെ. രണ്ടാമത്തെ തെളിവ് പറയാം. രണ്ടാമത്തെ തെളിവ്, ഈ ഇബ്രാഹീമിൻ്റെ കഥ അതിൻ്റെ ഒറിജിനൽ ഇന്നും നമുക്ക് ലഭ്യമാണ്. അതെവിടെയാണ് ഉള്ളത്? അത് ബൈബിളിലാണ് ഉള്ളത്. ബൈബിളിലെ പഴയ നിയമത്തിൽ, അതായത് ജൂതന്മാരുടെ തോറ എന്ന് പറയുന്ന വേദഗ്രന്ഥത്തിലാണ് ഇബ്രാഹീമുമായി ബന്ധപ്പെട്ട കഥയുള്ളത്. ആ കഥ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ കഥയിൽ ഇബ്രാഹീം എവിടെ നിന്നാണ് പുറപ്പെട്ടത്, ഏതൊക്കെ നാട്ടിൽ കൂടെയാണ് സഞ്ചരിച്ചത്, എവിടെയൊക്കെയാണ് ജീവിച്ചത്, ഇബ്രാഹീം സഞ്ചരിച്ച പാതയും ഇബ്രാഹിം ജീവിച്ച സ്ഥലങ്ങളും ഒക്കെ ഈ തോറ കഥയിൽ, ഈ ബൈബിൾ കഥയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അതിൻ്റെ റൂട്ട് മാപ്പ് വരച്ചു വച്ചിട്ടുണ്ട്. ആ റൂട്ട് മാപ്പാണ് ഈ കാണുന്നത്. ഫെർട്ടൈൽ ക്രസൻറ്റ് എന്ന് പറയുന്ന ആ ഭൂപ്രദേശം, അതായത് ബാബിലോണിയയിൽ നിന്ന് ഇസ്രായേൽ വഴി ഇങ്ങനെ സീനാ മരുഭൂമിയിൽ കൂടെ ഈജിപ്തിലേക്ക് പോകുന്ന ആ ഒരു വഴിയാണ് ഇബ്രാഹിം സഞ്ചരിച്ചു എന്ന് പറയുന്ന വഴി. അതിൽ പല സ്ഥലത്തായിട്ടാണ് ഇബ്രാഹിമും ഇബ്രാഹിമിൻ്റെ മക്കളുമൊക്കെ താമസിച്ചിട്ടുള്ളത്. ഇബ്രാഹിമിൻ്റെ ജീവിത കഥയിൽ ആ ഒരു ഭൂപ്രദേശമല്ലാതെ വേറൊരു പ്രദേശവും വരുന്നില്ല. ഇനി എവിടെയാണ് ഈ മക്ക കിടക്കുന്നത് നിങ്ങൾ ആ മാപ്പിലൊന്ന് നോക്കൂ. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ തെക്കോട്ട് അറേബ്യ ഉപദ്വീപിലെ മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ചാലേ മക്കയിലെത്തുകയുള്ളൂ ഈ ഫെർട്ടൈൽ ക്രസൻറ്റിൽ നിന്ന്. അപ്പോൾ ഇബ്രാഹിം പോകുന്ന വഴിയിൽ എവിടെ നിന്ന് മക്കയിലേക്ക് വരികയാണെങ്കിലും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഈ മരുഭൂമിയിൽ കൂടെ സഞ്ചരിക്കണം. ഇബ്രാഹിം ജീവിച്ചു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഈ മരുഭൂമിയിൽ മനുഷ്യരുണ്ടായിരുന്നോ എന്ന കാര്യം പോലും സംശയമാണ്. കാരണം ആ കാലഘട്ടങ്ങളിലൊക്കെ നദികളും തടാകങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ, വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്തും മറ്റും താമസിച്ചിരുന്നത്. കന്നുകാലികളെ വളർത്താനും കൃഷി ചെയ്യാനും ഒക്കെ സൗകര്യമുള്ള ഭൂപ്രദേശങ്ങളിലാണ് അന്ന് ആളുകൾ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരണ്ട മരുഭൂമിയിൽ ഈ മക്കയിൽ വന്നിട്ട് ആളുകൾ അന്ന് അവിടെ താമസിച്ചിരുന്നു എന്നതിന് പോലും തെളിവൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇബ്രാഹിം നബിക്ക് ഈ പ്രദേശത്ത് നിന്ന് ഈ മക്കയിലേക്ക് നടന്നു വരേണ്ട ഒരു കാര്യവും ഇല്ല. അങ്ങനെ നടന്നു വന്നതായിട്ടോ അവിടെ ഒരു ക്ഷേത്രം പണിതതായിട്ടോ അവിടെ ആരാധന നടത്തിയതായിട്ടോ അവിടുന്ന് ആരാധനയൊക്കെ പരിശീലിപ്പിച്ച് തിരിച്ച് മറ്റേ നാട്ടിലേക്ക് പോയതായിട്ടോ ഒന്നുമുള്ള യാതൊരു സൂചന പോലും ബൈബിൾ കഥയിലില്ല. അപ്പോൾ ബൈബിളിലെ ഒരു കഥ മോഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യുമ്പോൾ ആ ബൈബിൾ കഥയുമായിട്ട് എന്തെങ്കിലും ബന്ധം വേണ്ടേ ഈ പറയുന്ന കാര്യത്തിന്? അപ്പോൾ ആ കഥാപാത്രത്തെ ഇങ്ങോട്ട് മോഷ്ടിച്ചിട്ട് കഥ കംപ്ലീറ്റ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് മുഹമ്മദ് നുണമെനഞ്ഞതാണ് എന്നതിൻ്റെ രണ്ടാമത്തെ തെളിവ് ഈ കഥയുടെ ഒറിജിനൽ പുസ്തകമാണ്. ആ ഒറിജിനൽ പുസ്തകത്തിൽ എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യത്തോടെ പടച്ചോൻ ഇബ്രാഹിമിനെ പറഞ്ഞയച്ചത് തന്നെ മക്കയിൽ കഅബ ഉണ്ടാക്കാനും മക്കയിൽ തൗഹീദ് ആരാധിക്കാനും ആണ് എങ്കിൽ ആ കഥയിൽ മുഖ്യമായിട്ടും പരാമർശിക്കപ്പെടേണ്ടത് മക്കയും മക്കയിലെ കഅബയും അവിടുത്തെ ആരാധനയും കാര്യങ്ങളും അല്ലേ? അങ്ങനെ യാതൊരു പരാമർശവും ഈ ബൈബിൾ കഥയിലില്ല. പിന്നെ എവിടുന്ന് കിട്ടി മുഹമ്മദിന് ഈ കഥ? അപ്പോൾ മുഹമ്മദിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് കഥ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിക്കുകയാണ് ചെയ്തത്. അത് പച്ചക്കള്ളമാണ് എന്നതിൻ്റെ രണ്ടാമത്തെ തെളിവാണ് ബൈബിള്. ഇനി ബൈബിൾ ആകെ കേടുവരുത്തിയതുകൊണ്ടാണ് ആ കഥയിൽ ഇല്ലാതെ പോയത് എന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളം യുക്തിരഹിതമാണ് ആ കഥ നോക്കൂ. ബൈബിളും ഖുർആനും ഒക്കെ ഒരേ പടച്ചോൻ കൊടുത്തയച്ച പുസ്തകമാണ്, ആ പടച്ചോൻ സംരക്ഷിച്ച പുസ്തകങ്ങളാണ് എങ്കിൽ ഒരു വിദൂരമായ സൂചന അല്ലെങ്കിൽ ഒരു ശേഷിപ്പ്, ചരിത്രപരമായ ഒരു ശേഷിപ്പ് എങ്കിലും അവശേഷിക്കണ്ടേ? അങ്ങനെ യാതൊന്നുമില്ല. ഒരു വാക്ക് പോലും ഈ മക്കയെക്കുറിച്ചോ
അറേബ്യ മരുഭൂമിയെക്കുറിച്ചോ കഅബയെക്കുറിച്ചോ അവിടുത്തെ ആരാധനയെക്കുറിച്ചോ ബൈബിളിലില്ല. അപ്പോൾ അത്രയും പൂർണ്ണമായിട്ട് 100% ഒരു വേദഗ്രന്ഥം ആളുകൾ കേടുവരുത്തി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വേദഗ്രന്ഥം കൊടുത്തയച്ച അള്ളാഹുവിനെ പിന്നെ എന്തിനാ കൊള്ളുക? അത് മറ്റൊരു വിഷയമാണ്, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളൊരു വിഷയം. അപ്പോൾ അങ്ങനെ ഒരു ശേഷിപ്പ് പോലുമില്ല ബൈബിൾ കഥയിൽ, അങ്ങനെ ആ ഒരു സൂചന പോലുമില്ല എന്നുള്ളതാണ് തെളിവ്. ഭൂമിശാസ്ത്രപരമായ തെളിവാണ് അടുത്തത്. ആ മക്കയുടെയും അറേബ്യയുടെയും ഇബ്രാഹിം നബി ജീവിച്ചു എന്നും സഞ്ചരിച്ചു എന്നും പറയുന്ന പ്രദേശങ്ങളുടെയും ഭൂമിശാസ്ത്രപരമായ കിടപ്പ് പരിശോധിച്ചാൽ തന്നെ അറിയാം, ഇബ്രാഹിം ജീവിച്ചു എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സാഹസം ഇബ്രാഹിം ചെയ്തു എന്ന് പറയുന്നതിന് ഭൂമിശാസ്ത്രപരമായി പോലും ഒരു നിലനിൽപ്പുമില്ല എന്നുള്ളത് ആ പ്രദേശങ്ങൾ പോയി കണ്ടാലറിയാം. അതിൻ്റെ ഭൂപടം നോക്കിയാലറിയാം. വെള്ളം പോലും കിട്ടാത്ത ആ മരുഭൂമിയിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ ഇബ്രാഹിമും ഇസ്മായിലും കൂടെ സഞ്ചരിച്ച് ഈ മരുഭൂമിയുടെ ടാവട്ടത്തിൽ കൊണ്ടുവന്നിട്ട് ഭൂമിയുടെ കേന്ദ്രമുണ്ടാക്കി തൗഹീദിൻ്റെ ആലയമുണ്ടാക്കി എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന് ഭൂമിശാസ്ത്രപരമായി തന്നെ തെളിയിക്കപ്പെടുന്നുണ്ട്. ഇനി സംസ്കാരപരമായ തെളിവ്. ബൈബിളിൽ യഹോവ എന്ന ദൈവത്തെ ആരാധിക്കാൻ ഇസ്രായേല്യർ എന്തൊക്കെ ചെയ്യണം എന്ന കാര്യം വിശദമായി പറഞ്ഞിട്ടുണ്ട്. യഹോവ എന്ന ഇസ്രായേല്യരുടെ ദൈവം എങ്ങനെയാണ് ആ ദൈവത്തെ ആരാധിക്കാൻ ആരാധനാലയം പണിയേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തച്ചുശാസ്ത്രം മുഴുവൻ വിവരിച്ചിട്ടുണ്ട്. അതിൻ്റെ അളവുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചേലും കോലവും രൂപവും എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എവിടെ സ്ഥാപിക്കണം എന്നതിനും ബൈബിളിൽ തെളിവുണ്ട്. അത് ജെറൂസലേമിൽ സ്ഥാപിച്ച ദേവാലയമാണ്. ആ ദേവാലയം എങ്ങനെ സ്ഥാപിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് ബൈബിളിൽ വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ ബൈബിൾ കഥ അനുസരിച്ച് ഈ ബൈബിളിലെ തൗഹീദിൻ്റെ ആ ഏകദൈവാരാധനയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ജെറൂസലേമിലെ ദേവാലയമാണ്. ആ ദേവാലയത്തിൻ്റെ രൂപവും അതിൻ്റെ ആർക്കിടെക്ചറും എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച്, അതിൻ്റെ അളവുകളെ സംബന്ധിച്ച്, അതിൻ്റെ തച്ചുശാസ്ത്രം സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പറഞ്ഞ വിവരങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് പറയുന്ന ഈ കഥ പരിശോധിച്ച് കഴിഞ്ഞാൽ 100% മുഹമ്മദ് പറഞ്ഞത് കള്ളമാണെന്ന് വ്യക്തമാണ്. കാരണം ആ പറയുന്ന തച്ചുശാസ്ത്രവുമായിട്ട് ആർക്കിടെക്ചറുമായിട്ട് ഈ മക്കയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കഅബക്ക് യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല, ആരാധനയുടെ കേന്ദ്രമായിട്ട് ജെറൂസലേമിലെ ദേവാലയമാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതെങ്ങനെയാണ് ജെറൂസലേമിലെ ദേവാലയം അവിടെ നിർത്തിയിട്ട് അതിനേക്കാളും മുന്തിയൊരു 1ാം സ്ഥാനത്ത് വേറൊരു ദേവാലയം മക്കയിൽ മരുഭൂമിയിൽ വേറെ ഉണ്ടാക്കിയെന്ന് ഈ ബൈബിളിലെ കഥ വെച്ചുകൊണ്ട് എങ്ങനെ പറയാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ ഈ കഥ പറയണ്ടേ? മക്കയിലാണ് 1ാമത്തെ ആരാധനാലയം, 2ാമത്തേതാണ് ജെറൂസലേമിലുള്ളത് എന്ന് ബൈബിളിൽ പറയണ്ടേ? അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ബൈബിളിൽ പറയുന്ന തച്ചുശാസ്ത്രം അനുസരിച്ചല്ല മക്കയിലെ ദേവാലയം ഉണ്ടാക്കിയിട്ടുള്ളത്. മക്കയിലെ ദേവാലയം എന്ന് പറയുന്നത് ഒരു ക്യൂബാണ്. ഒരു സമചതുരത്തിൽ പൊന്തിച്ച് വെച്ചിട്ടുള്ള ഒരു കരിങ്കൽ മണ്ഡപമാണ് ഈ കഅബ എന്ന് പറയുന്ന സാധനം. ആ തച്ചുശാസ്ത്രം, ആ ആർക്കിടെക്ചർ അനുസരിച്ചുള്ള ആരാധനാലയങ്ങൾ എവിടെയാണ് ഉണ്ടായിരുന്നത്? മക്കയിൽ മാത്രമല്ല അതുണ്ടായിരുന്നത്, അറേബ്യയിൽ പലയിടത്തും ഉണ്ടായിരുന്നു, യമനിലുണ്ടായിരുന്നു. അപ്പോൾ അറേബ്യ ഉപദ്വീപിലെ ഗോത്ര മനുഷ്യർ, ഈ പാഗൻ അറബികൾ ആരാധനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ആരാധനാലയത്തിൻ്റെ സ്ട്രക്ചറാണ് മക്കയിലെ കഅബയ്ക്കുള്ളത്. അതല്ലാതെ ബൈബിൾ കഥയിൽ പറയുന്ന യഹോവയുടെ ദേവാലയത്തിൻ്റെ സ്ട്രക്ചറല്ല. യമനിലും മറ്റ് പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ക്യൂബുകൾ അറേബ്യയിലുണ്ടായിരുന്നു. അറേബ്യയിലെ പാഗൻ അറബികളുടെ ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങളുടെ തച്ചുശാസ്ത്രമാണ്, അതിൻ്റെ ആർക്കിടെക്ചറാണ് ഈ കഅബയിലെ ക്യൂബിനുള്ളതെങ്കിൽ, ഈ കഅബ എന്ന ക്ഷേത്രത്തിനുള്ളതെങ്കിൽ ആ ക്ഷേത്രം പാഗൻ അറബികളുടെ ഒരു ക്ഷേത്രമായിരുന്നു എന്നതിന് വേറെ തെളിവെന്താ വേണ്ടത്? ബൈബിളിൽ പറയുന്ന ആരാധനാലയത്തിൻ്റെ സ്ട്രക്ചറുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് പരിശോധിച്ചാൽ തന്നെ മുഹമ്മദ് പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് അവിടെ തെളിയിക്കപ്പെടുന്നു. അപ്പോൾ ആർക്കിയോളജിക്കലായിട്ട്, ആർക്കിടെക്ചറലായിട്ട്, സ്ക്രിപ്റ്റ് പരമായിട്ട് ഒക്കെ മുഹമ്മദ് പറഞ്ഞത് കള്ളത്തരമാണെന്ന് തെളിയിക്കപ്പെടുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായിട്ട് തെളിയിക്കപ്പെടുന്നുണ്ട്. ബൈബിൾ കഥ അനുസരിച്ച് തെളിയിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, ബൈബിളിലെ കഥയിലെ തൗഹീദ് എന്ന് പറയുന്നത് യഹോവ എന്ന ഏകദൈവവുമായി ബന്ധപ്പെട്ടതാണ്.
ആ യഹോവയെ ആരാധിക്കാൻ ആരാധനാലയം ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് ബൈബിളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ യഹോവ അള്ളാഹുവായി സ്വയം വേഷം മാറി വന്നിട്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ ഞാനുണ്ടാക്കിയ ക്ഷേത്രം ഇതാണ് എന്ന് മക്കയിൽ വന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുകിൽ അള്ളാഹു കള്ളൻ അല്ലെങ്കിൽ യഹോവ കള്ളൻ, ഈ രണ്ടിലൊരാൾ കള്ളൻ എന്നല്ലേ ഉറപ്പല്ലേ? അപ്പോൾ ആരാണ് ഇവിടെ കള്ളൻ? കഥ മോഷ്ടിച്ചവനാണോ അതോ മോഷ്ടിക്കപ്പെട്ട കഥയുടെ ഉടമസ്ഥരാണോ? ആരാണ് ഇവിടെ കള്ളത്തരം ചെയ്തത്? കഥ മോഷ്ടിച്ചവനാണ് കള്ളത്തരം ചെയ്തത്. കഥ മോഷ്ടിച്ചിട്ട് കഥാപാത്രത്തെ മോഷ്ടിച്ചിട്ട് ആ കഥാപാത്രത്തെ തൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് മുഹമ്മദ് ചെയ്തത് എന്നത് വ്യക്തമാണ്. ഇനി 26-ാം വാക്യത്തിൽ എൻ്റെ ഭവനം ശുദ്ധമാക്കി വെക്കണം എന്ന് പറയുന്നുണ്ട്. ഫതഹിർ ബൈത്തി, എൻ്റെ ഭവനം ശുദ്ധമാക്കി വെക്കണം. എന്തിൽ നിന്ന് ശുദ്ധമാക്കി വെക്കണം എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. ശിർക്കിൽ നിന്ന് ശുദ്ധമാക്കി വെക്കണം. ഇത് തന്നെ അടുത്ത തെളിവ്. ഈ ഭവനം ശിർക്കിൽ നിന്ന് ശുദ്ധമാക്കി വെക്കണം എന്ന് ഇബ്രാഹീമിനോട് അള്ളാഹു പറഞ്ഞിരുന്നു എന്നും പറഞ്ഞിട്ട് വരുന്നത് എവിടേക്കാണ്? മക്കയിലെ ശിർക്കിൻ്റെ കേന്ദ്രത്തിലേക്കാണ്. അപ്പോൾ തൗഹീദിന് വേണ്ടി ഇബ്രാഹീം സ്ഥാപിച്ച, ഇബ്രാഹീമിനോട് ഇത് ശിർക്കിൽ നിന്ന് ശുദ്ധീകരിച്ച് നിലനിർത്തണം എന്ന് ആവശ്യപ്പെട്ട ഈ കഥ അനുസരിച്ച് പിന്നെ എപ്പോഴാണ് ഇത് തൗഹീദിൽ നിന്ന് വിട്ട് ശിർക്കിൻ്റെ ആലയമായി മാറിയത്? എപ്പോൾ, ആര് ഇത് ശിർക്കിൻ്റെ കേന്ദ്രമാക്കി മാറ്റി? തൗഹീദിൻ്റെ കേന്ദ്രമായി ഇബ്രാഹിമിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ കഅബ പിന്നീട് ശിർക്കിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയതാര്? എപ്പോൾ മാറ്റി? ഇത് ശിർക്കിൻ്റെ കേന്ദ്രമാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് ഇതിനെ അശുദ്ധമാക്കുമ്പോൾ അള്ളാഹു മെറ്റേണിറ്റി ലീവ് എടുത്ത് പോയിരിക്കുകയായിരുന്നോ? എവിടെയായിരുന്നു അള്ളാഹു? ഈ ആലയം സംരക്ഷിക്കുമെന്നും ഇത് ശിർക്കിൽ നിന്ന് ശുദ്ധീകരിച്ച് സംരക്ഷിക്കുമെന്നും ഇത് മറ്റെല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കപ്പെടും എന്നും ഈ ഖുർആനിൽ ഈ മറ്റ് അനുബന്ധ ഗ്രന്ഥങ്ങളിലും അള്ളാഹു തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ അള്ളാഹു ഈ കഅബ എന്ന് പറയുന്ന തൗഹീദിൻ്റെ ഇബ്രാഹിം ഉണ്ടാക്കിയ ആലയം ശിർക്കിൻ്റെ കേന്ദ്രമായി മാറ്റുമ്പോൾ എവിടെയായിരുന്നു? എപ്പോഴാണത് ശിർക്കിൻ്റെ കേന്ദ്രമായി മാറിയത് എന്ന് പോലും അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല. ആരാണ് മാറ്റിയത് എന്ന് പോലും അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ തൗഹീദിൻ്റെ കേന്ദ്രം അശുദ്ധമാക്കിയപ്പോൾ അള്ളാഹു എവിടെ പോയിരുന്നു? കിടന്നുറങ്ങുകയായിരുന്നോ? ലീവ് പോയതായിരുന്നോ? പിന്നെ എവിടെയാണ് അള്ളാഹു ഇത് സംരക്ഷിച്ചു എന്ന് പറയുന്നത്? ഏറ്റവും വലിയ അശുദ്ധിയായ ശിർക്കിലേക്ക് ഈ തൗഹീദിൻ്റെ ആലയം മൂക്ക് കുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിൻ്റെ പരിശുദ്ധി സംരക്ഷിച്ചിട്ടില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെയും ഖുർആൻ അനുസരിച്ച് വൈരുദ്ധ്യം വരികയാണ്. തുടർന്ന് ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന 29-ാമത്തെ വാക്യത്തിൽ ബൈത്തുൽ അത്തീഖ് എന്ന് പറയുന്നുണ്ട്. ബൈത്തുൽ അത്തീഖ് എന്ന് പറഞ്ഞാൽ വിമുക്ത ഭവനം, സംരക്ഷിത ഭവനം എന്നൊക്കെയാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. എന്തിൽ നിന്ന് വിമുക്തം? ശിർക്കിൽ നിന്ന് വിമുക്തം. സംരക്ഷിത ഭവനം എന്തിൽ നിന്ന് സംരക്ഷിച്ചു? ശിർക്കുകാരുടെ കയ്യിൽ നിന്ന് സംരക്ഷിച്ചു. ശിർക്കിൽ നിന്ന് മുക്തമാക്കി അള്ളാഹു സംരക്ഷിച്ച ഭവനം എന്ന് ഇനി വായിക്കാൻ പോകുന്ന 29-ാം വാക്യത്തിൽ ബൈത്തുൽ അത്തീഖ് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തൗഹീദിൻ്റെ ആലയം ശിർക്കിൽ മൂക്കുകുത്തി എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ആരാണ് അങ്ങനെ ചെയ്തത്, ഏത് കാലത്താണ് അങ്ങനെ ചെയ്തത് എന്ന് പോലും അള്ളാഹ്ക്ക് പോലും പിടുത്തം കിട്ടാത്ത വിധത്തിൽ ഈ ബൈത്തുൽ അത്തീഖ് എങ്ങനെ ബൈത്തുൽ ശിർക്കായി മാറി? ബൈത്തുൽ ശിർക്കായിട്ട് ഇത് അശുദ്ധമാക്കുമ്പോൾ അള്ളാഹു എവിടെയായിരുന്നു? ഈ പറയുന്ന കഥ മുഴുവൻ അവിടെ പൊളിയാണ്. അള്ളാഹുവിൻ്റെ സംരക്ഷണവും അള്ളാഹുവിൻ്റെ വിമുക്ത ഭവനവും ഒക്കെ അവിടെ പൊളിയാണ്. ശിർക്കിൻ്റെ ഭവനമായിട്ട്, അശുദ്ധിയുടെ ഭവനമായിട്ട് അത് എന്നോ കാലത്ത് മാറിയിട്ടുണ്ട് എന്ന് വരികയാണ്. അവിടെയും യാതൊരു യുക്തിയുമില്ലാത്ത വാദമാണ്. എന്താണ് വസ്തുത? വസ്തുത അറബികളുടെ, പാഗൻ അറബികളുടെ വിഗ്രഹാരാധനയുടെ കേന്ദ്രമായി അവർ നിർമ്മിച്ച ക്ഷേത്രമാണത്. അത് ഏത് കാലത്ത് ആര് നിർമ്മിച്ചു എന്നതിനെക്കുറിച്ചൊക്കെ ചരിത്രം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. കാരണം ഇസ്ലാം വന്നതോടുകൂടി അവിടുത്തെ ചരിത്രരേഖകൾ മുഴുവൻ നശിപ്പിക്കുകയും ഇസ്ലാം ഉണ്ടാക്കിയ, ഏകപക്ഷീയമായി ഉണ്ടാക്കിയ നുണക്കഥകളുടെ ചരിത്രം മാത്രം അവശേഷിക്കുകയും ചെയ്തു എന്ന ദുരന്തം നിലനിൽക്കുന്നത് കൊണ്ട് ഇതിൻ്റെയൊന്നും ചരിത്രം നമുക്ക് ചുഴിഞ്ഞന്വേഷിച്ച് പോകാനോ കുഴിച്ചെടുക്കാനോ ബുദ്ധിമുട്ടാണ്. എന്തായാലും സാമാന്യമായ ചരിത്രബോധമുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് പാഗൻ അറബികളുടെ വിഗ്രഹാരാധനയുടെ കേന്ദ്രമായിട്ട് അവർ നിർമ്മിച്ചതാണ്. അത് പല കാലഘട്ടങ്ങളിലായി പുനർനിർമ്മിച്ച് ആ കോലത്തിൽ വന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ മനുഷ്യവാസം തുടങ്ങിയ കാലം തൊട്ട്, മക്കയിലും പരിസരത്തും മനുഷ്യവാസം തുടങ്ങിയ കാലം തൊട്ട് അവിടുത്തെ പാഗൻ അറബികൾ അവരുടെ ദൈവങ്ങളെ, പ്രാദേശിക ദൈവങ്ങളെ ആരാധിക്കാൻ വേണ്ടി അവരുടേതായ രീതിയിൽ ഉണ്ടാക്കിയ ഒരാലയം മാത്രമാണ് കഅബ.
സമാനമായ ആകൃതിയിലുള്ള ആലയങ്ങൾ അറേബ്യയിൽ മറ്റ് പലയിടത്തും ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് അത് പാഗൻ അറബികളുടെ ക്ഷേത്രമായിരുന്നു എന്നതിൻ്റെ തെളിവ്. ബൈബിളിൽ പറയുന്ന ദേവാലയത്തിൻ്റെ സ്ട്രക്ചർ അല്ല ഇത് എന്നത് മുഹമ്മദ് പറഞ്ഞത് നുണയാണ് എന്നതിൻ്റെ തെളിവാണ്. ഇനി റാസി ഈ വാക്യത്തിന് കൊടുത്ത പരിഭാഷയും അതിൻ്റെ വ്യാഖ്യാനമായി എഴുതിയ കുറച്ച് കാര്യങ്ങളും ഞാൻ വായിക്കാം. ഇബ്രാഹീമിന് ആ ഭവനത്തിൻ്റെ സ്ഥാനം നിർണയിച്ചു കൊടുത്തിട്ട് നാം പറഞ്ഞു, യാതൊന്നിനെയും എന്നോട് പങ്കുചേർക്കരുത്. ചുറ്റുന്നവർക്കും നിന്നും കുനിഞ്ഞും പ്രണമിച്ചും പ്രാർത്ഥിക്കുന്നവർക്കും വേണ്ടി എൻ്റെ ഭവനം ശുദ്ധമാക്കി വെക്കണം. 27 ജനത്തിനിടയിൽ തീർത്ഥാടനം നീ വിളംബരം ചെയ്യുക. നടന്നും വിദൂരമായ സകല മലമ്പാതകൾ താണ്ടി വരുന്ന ക്ഷീണിച്ച ഒട്ടകങ്ങളുടെ പുറത്തേറിയും അവർ നിൻ്റെ അടുത്ത് വരും. വ്യാഖ്യാനം: ആരാധനയ്ക്കും അധിവാസത്തിനുമുള്ള ഇടമായി തീരാൻ ഇബ്രാഹീമിനു നാം ആ വീടിൻ്റെ സ്ഥലം നിശ്ചയിച്ചു കൊടുത്തപ്പോൾ നേരത്തെ അത് വൈഡൂര്യ നിർമ്മിതമായിരുന്നു. പ്രളയകാലത്ത് അതിനെ ആകാശത്തേക്ക് ഉയർത്തിയത്രേ. അള്ളാഹു ഒരു കാറ്റയക്കുകയും അത് ചുറ്റിലുമുള്ള മണൽ നീക്കിക്കളയുകയും ചെയ്ത ശേഷം അവിടെയാണ് ആദ്യ ശിലകൾക്ക് മേൽ അത് പണിതത്. ഇവിടെ റാസി പതിവ് പോലെ ഇസ്ലാമിൻ്റെ കഥകളെ മൊത്തം പരിഹസിക്കുകയും ട്രോളുകയുമാണ് ചെയ്യുന്നത്. ഇസ്ലാമിൻ്റെ കഥകളിലും ഖുർആനിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇത് വായിക്കുന്നവർ മനസ്സിലാക്കട്ടെ എന്ന് ഉള്ളിൽ വെച്ചുകൊണ്ട് പരിഹാസപൂർവ്വം എഴുതി വെച്ച കാര്യങ്ങളാണ് റാസിയുടെ തഫ്സീറിൽ പലയിടത്തും എനിക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചിരുന്നോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ നമുക്കത് വായിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഇവിടെയും അത് തന്നെയാണ്. ഇവിടെ ഖുർആന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് വ്യാഖ്യാനമായിട്ട് പറയുന്നത്. ആരാധനയ്ക്കും അധിവാസത്തിനുമുള്ള ഇടമായി തീരാൻ ഇബ്രാഹീമിന് നാം ആ വീടിൻ്റെ സ്ഥലം നിശ്ചയിച്ചു കൊടുത്തപ്പോൾ എന്ന് ഖുർആൻ വാക്യം പറഞ്ഞതിന് ശേഷം പറയാണ്, നേരത്തെ അത് വൈഡൂര്യ നിർമ്മിതമായിരുന്നു. പ്രളയകാലത്ത് അതിനെ ആകാശത്തേക്ക് ഉയർത്തിയത്രേ. അള്ളാഹു ഒരു കാറ്റയക്കുകയും അത് ചുറ്റിലുമുള്ള മണൽ നീക്കിക്കളയുകയും ചെയ്ത ശേഷം അവിടെയാണ് ആദ്യ ശിലകൾക്കുമേൽ അത് പണിതത്. അപ്പോൾ നൂഹ് നബിയുടെ കാലത്തെ പ്രളയത്തിൻ്റെ സമയത്ത് അള്ളാഹു ഇത് ആകാശത്തേക്ക് പൊന്തിച്ചു കൊണ്ടുപോയി സംരക്ഷിച്ചു എന്ന കഥയാണ് റാസി ഇവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹു ഒരു മേഘത്തെ അയച്ചു സ്ഥാനം കാണിച്ചു കൊടുത്തു എന്നാണ് മറ്റൊരു പുരാവൃത്തം. ഇവിടെ വൃത്തിയാക്കി വെക്കാൻ പറഞ്ഞത് വിഗ്രഹങ്ങളിൽ നിന്നും ബഹുദൈവാരാധനയിൽ നിന്നുമാണ്. അപ്പോൾ കഅബ ശുദ്ധിയാക്കി വെക്കണം എന്ന് പറഞ്ഞത് സിർക്കിൽ നിന്നാണ്. ബഹുദൈവാരാധനയും വിഗ്രഹാരാധനയും ഒഴിവാക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന്. ആരാധനയിൽ മറ്റാരെയും പങ്കു ചേർക്കരുത് എന്നതുപോലെ തന്നെ ഈ പള്ളിയുടെ കാര്യത്തിലും അരുത്. അല്ലെങ്കിൽ നൂഹിൻ്റെ ജനത അവിടെ വിഗ്രഹാലയം പണിതിട്ടുണ്ടാവാം. അത് തകർത്ത് ഏകദൈവാരാധനാലയം പണിയുക എന്നാവാം ശുദ്ധീകരിക്കുക എന്ന കൽപ്പനയുടെ ഉദ്ദേശ്യം. നാട്ടിൽ താമസിക്കുകയും അവിടെ തീർത്ഥാടനത്തിനായി വന്നു ചേരുകയും അവിടെ നമസ്കരിക്കുകയും പ്രണമിക്കുകയും ചെയ്യുന്നവർക്കായി ഖുർആനിൽ പറയുന്ന ആ വാക്യം ഉദ്ധരിച്ചിട്ട് അതിനെക്കുറിച്ച് പറയുകയാണ്. ആരോടാണ് ഇത് കൽപ്പിച്ചത്? ഇബ്രാഹീമിനോടാണ് എന്ന് വ്യക്തം. ഇബ്രാഹിം ദൈവിക ഭവന നിർമ്മാണത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ അള്ളാഹു കൽപ്പിച്ചു, അവിടേക്ക് തീർത്ഥാടനം നടത്താൻ ജനത്തെ അറിയിക്കുക, ഈ വിളംബരം നടത്തുകയും സന്ദേശം എത്തിക്കുകയും ചെയ്യുക. അപ്പോൾ ഇബ്രാഹിം സഫാ മലയിൽ കയറി, അബൂ ഖുബൈസ് മലയിൽ എന്ന് മറ്റൊരു നിവേദനം, മഖാമിൽ എന്നാണ് വേറൊരു അഭിപ്രായം. ഇബ്രാഹിം ചോദിച്ചു, ഞാൻ എന്താണ് പറയേണ്ടത്? ജിബ്രീൽ പറഞ്ഞു, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറയുക. ലബ്ബൈക്ക് യഹോവഹുമ്മ എന്നല്ലേ ഇബ്രാഹിം പറയുക? ഇബ്രാഹിമിൻ്റെ ദൈവം യഹോവയായിരുന്നില്ലേ? അദ്ദേഹമാണ് ആദ്യമായി തൽബിയ ചൊല്ലിയത്. മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരമാണ് അദ്ദേഹം സഫായിൽ കയറി പറഞ്ഞു, ഹേ ജനമേ, പുരാതന ഭവനത്തെ തീർത്ഥാടനം ചെയ്യുക. അള്ളാഹു നിങ്ങൾക്കത് നിയമമാക്കിയിരിക്കുന്നു. ആകാശത്തും ഭൂമിയിലുമുള്ള എല്ലാവരും അത് കേട്ടു. കേട്ടവരെല്ലാം തൽബിയ ചൊല്ലാൻ തുടങ്ങി. നിങ്ങൾക്ക് സ്വർഗം പ്രതിഫലം തരാനും നരകത്തിൽ നിന്ന് രക്ഷിക്കാനും അള്ളാഹു നിങ്ങളെ ഈ പുരാതന ഭവനത്തിലേക്ക് വിളിക്കുന്നു എന്ന് ഇനിയും ഒരു നിവേദനം. പുരുഷന്മാരുടെ മുതുകിലുള്ളവരും സ്ത്രീകളുടെ ഗർഭത്തിലുള്ളവരും അതിനുത്തരം നൽകി. ആ ശബ്ദമെത്തിയ കല്ലും മരവും കുന്നും മണ്ണുമെല്ലാം അത് ഏറ്റുചൊല്ലി. ഇബ്നു അബ്ബാസ് പറയുന്നു, ഇബ്രാഹിമിനോട് വിളംബരം ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ പർവ്വതങ്ങൾ അവിടത്തേക്ക് താഴ്ന്നു കൊടുക്കുകയും നാടുകൾ ഉയർന്നു നിൽക്കുകയും ചെയ്തു. ഇവിടെ വിളംബരം ചെയ്യാൻ കൽപ്പിച്ചത് മുഹമ്മദിനോടാണ് എന്നതാണ് മറ്റൊരഭിപ്രായം. അപ്പോൾ ഇബ്രാഹിമിൻ്റെ കാര്യം പറഞ്ഞ് 27-ാമത്തെ വാക്യത്തിലെത്തുമ്പോൾ ആരാധനയ്ക്ക് എല്ലാവരും വിളിച്ചു ചേർക്കുക എന്ന് പറഞ്ഞത് അവരൊക്കെ നടന്നിട്ട് ഒട്ടകപ്പുറത്തും കയറിയിട്ട് വരും എന്ന് പറഞ്ഞത് മുഹമ്മദിനോട് പറഞ്ഞതാണ് എന്ന അഭിപ്രായമുണ്ട് എന്നാണ് ഇപ്പോൾ ഇവിടെ റാസിയുടെ ഓരോ വരികളും നിങ്ങൾ വായിച്ചു നോക്കൂ. അതിനകത്തൊക്കെ ഈ അന്ധവിശ്വാസ കഥയെ ചെറുതായിട്ട് ട്രോളുകയും കുത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ലേ? ഈ കഥയിൽ തന്നെയുള്ള വൈരുദ്ധ്യങ്ങളെയും തുറന്നു കാണിക്കുന്നുണ്ട് ഇവിടെ റാസി.
അത് വൈരുദ്ധ്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് അതിനെ കളിയാക്കിക്കൊണ്ട് ചിന്തിക്കുന്നവർക്ക് അത് ബോധ്യപ്പെടാൻ വേണ്ടി എഴുതി വെച്ചതാവാനാണ് സാധ്യത. ഇനി ക്ഷീണിച്ച ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയിട്ടും നടന്നിട്ടും വരുന്നതിനെക്കുറിച്ച് റാസി എഴുതി വെച്ചത് വായിക്കാം. ഒട്ടകം ദൂരയാത്ര കാരണമാണ് ക്ഷീണിച്ചത്. അതും പരിഹാസമാണ്. ഫജ്ജ് എന്നാൽ 2 മലകൾക്കിടയിലെ പാത, അമീഖ് എന്നാൽ ബഈദ് വിദൂരമായ എന്നർത്ഥം. ആഴമേറിയ കിണറിനും ഇത് പറയും. കാൽനടയായി വരുന്നവരെ ആദരിച്ചുകൊണ്ടാണ് അള്ളാഹു അവരെ പരാമർശിച്ചു തുടങ്ങിയത്. നബി പറഞ്ഞു, വാഹനത്തിൽ വരുന്ന ഓരോ ഹാജിക്കും മൃഗത്തിൻ്റെ ഓരോ കാൽവെപ്പിനും 70 നന്മയുടെ പ്രതിഫലമുണ്ട്, നടന്നു വരുന്നവർക്ക് 700 നന്മയുടെയും. അപ്പോൾ എങ്ങനെയാണ് ഹജ്ജിന് വരേണ്ടത്? ഇതിപ്പോൾ ഇബ്രാഹിമിനോട് പറഞ്ഞതായാലും മുഹമ്മദിനോട് പറഞ്ഞതായാലും ലോകാവസാനം വരേക്കുള്ള മനുഷ്യന്മാർക്ക് എങ്ങനെയാണ് ദൈവത്തിനെ ആരാധിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൊടുത്തയച്ച കാറ്റലോഗിൽ പറഞ്ഞ സ്ഥിതിക്ക് ഈ ഹജ്ജിന് വരുന്നവർക്ക് പുണ്യം കിട്ടണമെങ്കിൽ എങ്ങനെ വരണം? കാൽനടയായിട്ട് വരണം. മെലിഞ്ഞ ഒട്ടകങ്ങൾ ക്ഷീണിച്ച് നടന്ന് വരുമ്പോൾ ആ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി വരണം. അപ്പോൾ ഒട്ടകങ്ങൾ ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് മെലിഞ്ഞ് വരുമ്പോൾ ആ ഒട്ടകങ്ങളുടെ പുറത്ത് കയറി വരുന്നവർക്കും കാൽനടയായി വരുന്നവർക്കുമാണ് ഹജ്ജിന് പോയാൽ പുണ്യം കിട്ടുക. അതിൽ തന്നെ കാൽനടയ്ക്കാണ് മുൻതൂക്കം. കാൽനടയായിട്ട് വരുന്നവർക്ക് ഓരോ സ്റ്റെപ്പിനും ഇത്ര കൂലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി വരുന്നവർക്ക് ഒട്ടകത്തിൻ്റെ സ്റ്റെപ്പിനനുസരിച്ചാണ് കൂലി. അപ്പോൾ ഹജ്ജിന് എങ്ങനെയാണ് പോകേണ്ടത്? അള്ളയും റസൂലും അള്ളാൻ്റെ നബിമാരും പഠിപ്പിച്ചതനുസരിച്ച് ഹജ്ജിന് പോകേണ്ടത് ഒട്ടകപ്പുറത്ത്, ക്ഷീണിച്ച ഒട്ടകത്തിൻ്റെ പുറത്തും കാൽനടയായിട്ടുമാണ്. അങ്ങനെ പോകുന്നവർക്കാണ് അള്ളാഹു കൂലി നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പം എന്താ അവിടെ നടക്കുന്നത്? ഒട്ടകപ്പുറത്ത് നിന്ന് നടന്നിട്ടുമാണോ ആൾക്കാർ ഹജ്ജിന് പോകുന്നത്? വിദൂര ദേശങ്ങളിൽ നിന്നൊക്കെ ഹജ്ജിന് പോകുന്നത് വിമാനത്തിൽ കയറിയിട്ടാണ്, നല്ല ആഡംബര കപ്പലിൽ കയറിയിട്ടാണ്, അല്ലെങ്കിൽ ആഡംബര വിമാനത്തിൽ കയറിയിട്ടാണ്. AC വിമാനത്തിൽ ഇരുന്നിട്ട് അവിടെ ചെന്നങ്ങോട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് AC കാറിൽ കയറിയിട്ട് AC ബസ്സിൽ കയറിയിട്ടും അങ്ങോട്ട് പോവുകയാണ്. അള്ളാഹ് എന്ത് വെച്ചിട്ടാണ് കൂലി അളക്കുക? കാലിൻ്റെ സ്റ്റെപ്പിനും ഒട്ടകത്തിൻ്റെ സ്റ്റെപ്പിനും വെച്ചിട്ട് കൂലി അളന്നിട്ട് അതിനെ 80,000 വെച്ച് പെരുക്കിയിട്ടൊക്കെ കൂലി കൊടുക്കാൻ കാത്തിരിക്കുന്ന അള്ളാഹ് ഈ ബസ്സിലും AC കാറിലും AC വിമാനത്തിലും വന്ന് ഇറങ്ങുന്നവർക്ക് കൂലി കൊടുക്കാൻ എന്ത് കണക്കാണ് എടുക്കുക? അള്ളാഹ് പറഞ്ഞതനുസരിച്ചാണോ ഇന്ന് ഹജ്ജിന് പോകുന്നത് ആൾക്കാർ? അതോ ഒട്ടകത്തിനെയൊക്കെ AC കാറായിട്ടും AC വിമാനമായിട്ടും പരിവർത്തനം ചെയ്യാനുള്ള അനുവാദം അള്ളാഹ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവോടെ. അങ്ങനെയാണെങ്കിൽ ഈ മതം ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ട് ഇന്നത്തെ കാലത്തെ സൗകര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ ജീവിക്കല്ലേ വേണ്ടത്? അപ്പോൾ ആവശ്യമുള്ള കാര്യത്തിൽ, ഈ മതപരമായ അനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ പോലും കാലത്തിനനുസരിച്ച് സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ യാതൊരു മനസാക്ഷിക്കുത്തും ഈ ഭക്തജനങ്ങൾക്കും വിശ്വാസികൾക്കും ഇല്ല. അതേസമയത്ത് പെൺകുട്ടികളുടെ തലത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു മുടി മുഖത്ത് കൂടെ തൂങ്ങിയാൽ അവരെ പിടിച്ചുകൊണ്ട് തല്ലിക്കൊല്ലുന്ന സംസ്കാരം ഇന്നും ഇസ്ലാമിക റിപ്പബ്ലിക്കുകളിൽ നടക്കുന്നു. ഇതിലൊക്കെ വൈരുദ്ധ്യങ്ങളാണ്. എവിടെ നോക്കിയാലും വൈരുദ്ധ്യങ്ങളേ ഉള്ളൂ. പരിഹാസ്യമായ വൈരുദ്ധ്യങ്ങളെ ഈ മതത്തിൽ നമ്മൾ കാണുന്നുള്ളൂ. ഇവിടെ മുഹമ്മദിനോടാണ് പറഞ്ഞതെങ്കിൽ നിൻ്റെ അടുത്തേക്ക് വരുമെന്ന്, ഇബ്രാഹിമിനോടാണ് പറഞ്ഞതെങ്കിൽ നിൻ്റെ അടുത്തേക്ക് വരുമെന്നാണ് തീർത്ഥാടനത്തെക്കുറിച്ച് പറഞ്ഞത്. ആ പറഞ്ഞത് ഇന്ന് നടപ്പിലാക്കാൻ പറ്റുമോ? ഇന്ന് മുഹമ്മദ് അവിടെ ഉണ്ടോ? ഇബ്രാഹിം അവിടെ ഉണ്ടോ? ഇബ്രാഹിമിൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഇന്ന് പോയാൽ ഇബ്രാഹിം അവിടെ ഉണ്ടോ? നമ്മളെ കാത്തിരിക്കുന്നുണ്ടോ? മുഹമ്മദിൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞ് നമ്മളവിടെ പോയാൽ മക്കയിലെ കഅബയിൽ മുഹമ്മദ് ഉണ്ടാവും. മുഹമ്മദിൻ്റെ മയ്യത്ത് പോലും കുഴിച്ചിട്ടുള്ളത് മദീനയിലാണ്. അപ്പോൾ മക്കയിലെ കഅബയിലേക്ക് വരുന്നതിനെക്കുറിച്ച് നിൻ്റെ അടുത്തേക്ക് വരുമെന്ന് ഈ ഖുർആനിൽ പറഞ്ഞതിന് എന്താണ് അർത്ഥം? അപ്പോൾ ഈ കഅബയിലുള്ള ദൈവം ആരാണ്? ഇബ്രാഹിം മുഹമ്മദും ആണോ? കാൽനടയായിട്ട് ഒട്ടകപ്പുറത്തും നിൻ്റെ അടുത്തേക്ക് വരും എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ പറഞ്ഞതൊന്നും ഇന്ന് നടപ്പുള്ള കാര്യമല്ല. ഇന്ന് ഇബ്രാഹിമും ഇല്ല, മുഹമ്മദും ഇല്ല, കാൽനടയില്ല, ഒട്ടകവും ഇല്ല. ഇപ്പം ഇന്ന് എവിടെയാണ് ഹജ്ജ്? അള്ളാഹു ആർക്കാണെന്ന് കൂലി കൊടുക്കുക ഈ ഖുർആൻ അനുസരിച്ച്? ഇനി അള്ളാഹു ഈ പരിശുദ്ധ ദേവാലയം, തൗഹീദിൻ്റെ ആലയം അള്ളാഹു മനുഷ്യന്മാരുണ്ടാക്കുന്നതിന് മുമ്പ് ആദം നബീൻ്റെ മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ചു എന്നും, അതല്ല നൂഹ് നബീൻ്റെ കാലത്ത് ആകാശത്തേക്ക് കൊണ്ടുപോയി സംരക്ഷിച്ചു എന്നും, ഇബ്രാഹിം നബീൻ്റെ കാലത്ത് വീണ്ടും അവിടെ ഉണ്ടാക്കാൻ പറഞ്ഞു എന്നും ഒക്കെ പറയുന്ന, അതിൻ്റെ പുറമെ അബ്രഹത്ത് എന്ന് പറയുന്ന ഒരു തൗഹീദിൻ്റെ രാജാവ് വന്നിട്ട് ഈ സിർക്കിൻ്റെ ആലയം തകർക്കാൻ വന്നപ്പോൾ അള്ളാഹു നേരെ കാലുമാറി സിർക്കിനെ സംരക്ഷിച്ച കഥയൊക്കെ വേറെ ഉണ്ട്. ഇങ്ങനെയൊക്കെ സംരക്ഷിച്ചു എന്ന് പറയുന്ന കഅബയുടെ പരിശുദ്ധി സംരക്ഷിച്ചതിൻ്റെ ചരിത്രവും കഥയും എത്രത്തോളം വൈരുദ്ധ്യം നിറഞ്ഞതാണ് എന്നതിൻ്റെ കോമഡി അടുത്ത വാക്യങ്ങൾ വായിച്ച് ചർച്ച ചെയ്യുമ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം.